Hello guys, welcome back to J3 Worlds. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെറ്റ്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ പെറ്റ്സിനെ കാണിക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഏത് പെറ്റാന്ന് ഊഹിച്ച് കമൻറ്റ് ചെയ്യണേന്ന്. ഇപ്പോഴത്തെ ഒരു കാര്യം പറയാം, ഫ്ലൈ ചെയ്യുന്ന സാധനമാണ്. അത് ക്ലൂ ആണ് കേട്ടോ, ഒരു ഫ്ലൈ ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ജുവിറ്റ, ദിസ് ഈസ് ജൂഡിറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗായ്സ്. അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഗായ്സ്, ഞങ്ങൾ കഴിഞ്ഞ വട്ടം പൂച്ചക്കുട്ടിയുടെ ഇതായിരുന്ന സമയത്ത് ഞങ്ങൾ പൂച്ചക്കുട്ടിയുടെ പേര് പറഞ്ഞായിരുന്നു ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ ഇത് എന്താണെന്ന് ഊഹിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പറയണേ, ആൻസർ പറയണം. പിന്നെ ഒന്നുകൂടെ ക്ലൂ പറയാം, ഫ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ, പറക്കുന്ന സാധനമാണ്. ഭക്ഷണമൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. ചിലപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിരിക്കും, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ പേര് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ വട്ടം പൂച്ചക്കുട്ടിയുടെ ഇതായിരുന്നപ്പോൾ നമ്മൾ അതിൻ്റെ അനുഭവം പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് നമ്മൾ അനുഭവം പറയുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അനുഭവം പറയാൻ തുടങ്ങാം അല്ലേ? ഓക്കെ, നമ്മൾ ഈ വട്ടം വളർത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പപ്പയമ്മ നമുക്ക് വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ചു തന്നപ്പോൾ നമുക്ക് പപ്പയമ്മ അതിൻ്റെ കൂടെ മീനിനെയും കൂടെ വാങ്ങിച്ചു തന്നായിരുന്നു. പക്ഷേ കുറേ ഫുഡ് കൊടുത്തതിനാൽ അത് മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കാരണം നമുക്കിപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, 5 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അനുഭവമൊക്കെ നല്ലതായിരുന്നു. പക്ഷെ മീൻ ചത്തുപോയതിന് നല്ല വിഷമം നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ സാധനം ഏതാണെന്ന് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ നമുക്ക് എന്താ സാധനത്തെ കണ്ടാലോ? പോകാം. കമൻറ്റ് ചെയ്തില്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നേരത്തെ ക്ലൂ തന്ന് മനസ്സിലാവാത്തവർക്ക് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചിട്ട് ഞാനൊന്ന് ക്ലൂ തരാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവേ. ഇപ്പം നിനക്ക് ഏകദേശം മനസ്സിലായി കാണും ഇതേപോലത്തെ സൗണ്ട് ഉണ്ടാക്കുന്ന ആരാണെന്ന്. അപ്പോൾ അതാ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ പക്ഷിയുടെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പക്ഷിനെ കാണാൻ എല്ലാവരും റെഡിയാണല്ലോ? അപ്പോൾ ദാ നിങ്ങൾക്ക് കാണിക്കാനായി ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. 1 2 3 സ്റ്റാർട്ട്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു പക്ഷി. കണ്ടോ, കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പക്ഷിക്കൂട്. ദാ ഈ ഒരു സ്ഥലത്തിലാണ് നമ്മുടെ പക്ഷിക്കൂട് ഇരിക്കുന്നത്. അവർക്കായി അപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു മരം ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കുഞ്ഞു പക്ഷികൾ കേട്ടോ. അവർക്ക് ആടാനായിട്ട് ചെറിയൊരു സാധനം, അവർക്ക് തീറ്റയും വെള്ളമൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. സോറി, ഞങ്ങൾ പേര് പറയാൻ വിട്ടുപോയി. ഇതിൽ ഒരു വൈറ്റും ഉണ്ട്, ഒരു ബ്രൗണും ഉണ്ട്. അപ്പം ബ്രൗണ് പെണ്ണാണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. പിന്നെ ബ്രൗണ് പെണ്ണാണെന്ന് തന്നെയാണ് ആ കടക്കാരൻ ചേട്ടനും പറഞ്ഞത്. മുട്ടയിടാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയിടാൻ വേണ്ടി ഞങ്ങൾ ചെറിയൊരു കൂട് അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ കൂട് ഫുൾ നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. അവരുടെ പേര് പറഞ്ഞു. അവരുടെ പേരെന്താണെന്ന് വെച്ചാൽ വൈറ്റിൻ്റെ പേര് അപ്പു എന്നാണ്, ബ്രൗണിൻ്റെ പേര് അമ്മു എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ജുവിറ്റ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.